ഞാനെന്ന സംവിധായകൻ്റെ ദിശ നിർണ്ണയിക്കപ്പെട്ടത് തനിയാവർത്തനത്തിലാണ്. അതുവരെ ഞാൻ ഏത് തരം സിനിമകൾ ചെയ്യേണ്ട ആളാണ് എന്നുള്ളത് എനിക്ക് പോലും തിരിച്ചറിയില്ലായിരുന്നു. ഇപ്പോൾ തനിയാവർത്തനം എനിക്ക് ആദ്യം കൊണ്ടുവന്നൊരു 3 സീനാണ് തരുന്നത്. അത് വായിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചു, ഇനിയും ഞാൻ ഇയാളോട് ഇരിക്കേണ്ട കാര്യമില്ല, അയാൾ ചെയ്തോളൂ. ഈ 3 സീൻ അത്രമാത്രം നമ്മളെ അങ്ങോട്ട് ഇയാളുടെ ഒരു ടാലൻറ്റിനെ പൂർണ്ണമായിട്ടും വെളിവാക്കുന്നതാണ്. പ്രചോദിപ്പിക്കുന്ന, നമ്മളെ പ്രകോപിപ്പിക്കുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഓരോ വരിയും അതിനകത്തുണ്ടാവും. തനിയാവർത്തനത്തിൽ മമ്മൂട്ടി ഈ പെണ്ണ് കാണൽ നടക്കുന്ന വീട്ടിലേക്ക് കയറി വരുമ്പോൾ അയാളെ തിരസ്കരിക്കുന്ന ഒരു കുടുംബം എന്നൊക്കെ പറയുന്നത് അതൊരു മലയാള സിനിമയിൽ ഒന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു ഒരു ഇമോഷണൽ ബേസ്റ്റാണ്. അത്രയും വലിയൊരു നമ്മളെ അത് ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മൾ വല്ലാതെ വൈകാരികമായിട്ടും പെട്ടുപോകും. അത് മമ്മൂട്ടി പെർഫോം ചെയ്യുമ്പോഴും നമ്മളെ ഒലച്ചു കളയും. ലോഹി സാറിൻ്റെ സ്ക്രിപ്റ്റ് സാറ് വായിക്കുമ്പോൾ ആദ്യം കാരണം കഥയൊക്കെ ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് എഴുത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ സാറിന് ഉണ്ടാകുന്നൊരു ഫീൽ എന്തായിരിക്കും? ആ സീൻ എങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത്? ഇപ്പോൾ തനിയാവർത്തനം എനിക്ക് ആദ്യം കൊണ്ടുവന്നൊരു 3 സീനാണ് തരുന്നത്. അത് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട്, കാരണം ഞാൻ 1 ലൈൻ എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി ഒന്ന് ശ്രമിച്ചിട്ട് പിന്നീട് വന്ന് പറയും എനിക്ക് 1 ലൈൻ എഴുതാൻ അറിയില്ല, ഞാൻ സീനായിട്ട് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. 1 ലൈൻ എഴുതാൻ ഞാൻ ആവശ്യപ്പെട്ടത് സമയക്കുറവുണ്ട്, അതേ ഒരു 1 ലൈൻ എടുക്കുക എനിക്ക് സീനുകളുടെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള ലൊക്കേഷനുകൾ, കാസ്റ്റിംഗ്, ഇതിനൊക്കെയുള്ള സഹായത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അദ്ദേഹം അതിനൊരു ഉച്ചവരെ ശ്രമിച്ചിട്ട് അത് അദ്ദേഹത്തിന് പരിചയമല്ല, ഇത്തൊരു കാര്യമാണ്, ഞാൻ സീനായിട്ട് എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനനുവദിച്ചിട്ട് അദ്ദേഹം ഒരു 3 സീൻ അന്ന് വൈകുന്നേരം എന്നെ കൊണ്ട് കാണിച്ചു. അത് വായിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചു, ഇനിയും ഞാൻ ഇയാളോട് ഇരിക്കേണ്ട കാര്യമില്ല, അയാൾ ചെയ്തോളൂ. ഈ 3 സീൻ അത്രമാത്രം നമ്മളെ അങ്ങോട്ട് ഇയാളുടെ ഒരു ടാലൻറ്റിനെ പൂർണ്ണമായിട്ടും വെളിവാക്കുന്നതാണ്. അപ്പോൾ ഈ എഴുതി വരുന്ന ഓരോ സീനുകളും ആകാംക്ഷയുടെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. എഴുതി തീർത്ത് ഇതിങ്ങോട്ട് ആദ്യം വായിക്കുന്ന ആൾ ഞാനാണല്ലോ. ഇതിനിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു കാത്തിരിപ്പെന്ന് പറയുന്നത് ഭയങ്കര അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും, നമ്മളെ ഇങ്ങനെ പ്രചോദിപ്പിക്കുന്ന, നമ്മളെ പ്രകോപിപ്പിക്കുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഓരോ വരിയും അതിനകത്തുണ്ടാവും. എല്ലാ സിനിമകളിലും നമ്മളെ ഇങ്ങനെ നമുക്ക് ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന സീനുകളുണ്ടാവും. തനിയാവർത്തനത്തിൽ മമ്മൂട്ടി ഈ പെണ്ണ് കാണൽ നടക്കുന്ന വീട്ടിലേക്ക് കയറി വരുമ്പോൾ അയാളെ തിരസ്കരിക്കുന്ന ഒരു കുടുംബം എന്നൊക്കെ പറയുന്നത് അതൊരു മലയാള സിനിമയിൽ ഒന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു ഒരു ഇമോഷണൽ ബേസ്റ്റാണ്. അത്രയും വലിയൊരു നമ്മളെ അത് ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മൾ വല്ലാതെ വൈകാരികമായിട്ടും പെട്ടുപോകും. അത് മമ്മൂട്ടി പെർഫോം ചെയ്യുമ്പോഴും നമ്മളെ ഒലച്ചു കളയും. ആ സീക്വൻസ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത്, ഞാനൊന്നും അത്ര മെച്യൂർഡ് ഡയറക്ടറായിട്ടില്ല, എൻ്റെ 5ാമത്തെ സിനിമയാണ്. ഇത്രയും വലിയൊരു ഹെവി സീക്വൻസ്, ഇത്രയും വലിയൊരു ഇമോഷണൽ കണ്ടൻ്റുള്ള സിനിമയൊന്നും ചെയ്യാൻ എനിക്ക് പ്രാപ്തിയുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് ലോഹിയുടെ എഴുത്താണ്. ഞാൻ അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഞാനെന്ന സംവിധായകൻ്റെ ദിശ നിർണ്ണയിക്കപ്പെട്ടത് തനിയാവർത്തനത്തിലാണ്. അതുവരെ ഞാൻ ഏത് തരം സിനിമകൾ ചെയ്യേണ്ട ആളാണ് എന്നുള്ളത് എനിക്ക് പോലും തിരിച്ചറിയില്ലായിരുന്നു. ഞാൻ കോമഡി ചെയ്തു, ഒരു ഇമോഷണൽ സെൻറ്റിമെൻ്റൽ ഡ്രാമ ചെയ്തു, ഒരു സറ്റാറിക്കൽ കോമഡി ചെയ്തു. ഇങ്ങനെയൊക്കെ വേവർ ചെയ്ത സിനിമകൾ ചെയ്തിട്ട് ഇയാൾ ഏതുതരം സിനിമകൾ ചെയ്യാൻ പ്രാപ്തനായ ഒരു സംവിധായകനാണെന്നൊരു പ്രേക്ഷകർക്ക് പോലും എന്നെക്കുറിച്ച് ജഡ്ജ് ചെയ്യാനോ എനിക്ക് തന്നെ എന്നെക്കുറിച്ച് ജഡ്ജ് ചെയ്യാനോ പറ്റാത്തൊരു ഘട്ടത്തിലാണ് ഈ തനിയാവർത്തനം വരുന്നത്. അവിടെയാണ് ഞാനെന്ന സംവിധായകൻ്റെ ദിശ നിർണ്ണയിക്കപ്പെടുന്നത്. അതിന് കാരണക്കാരൻ ലോഹിതദാസാണ്, അദ്ദേഹത്തിൻ്റെ എഴുത്ത് തന്നെയാണ്. സാറിൻ്റെ ഒരു കഥ പറച്ചിൽ രീതി എന്ന് പറയുന്നത് കഥാപരിസരങ്ങളെ വ്യക്തമാക്കുന്ന ഒരു എഴുത്താണ്, അല്ലെങ്കിൽ ഒരു സംവിധാന രീതിയാണ്. ഏറ്റവും മനോഹരമായിട്ട് മലയാള സിനിമയിൽ ക്ലോസപ്പുകൾ വെച്ചുള്ള സംവിധായകൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അത്രയും സൂക്ഷ്മമായിട്ടുള്ള അഭിനയത്തെ, അതുകൊണ്ട് തന്നെയാണ് സാറിൻ്റെ സിനിമകളിലൂടെ പലർക്കും നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡുകളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു കോൺഫ്ലിക്റ്റ്, കാരണം സാറൊരു സൂക്ഷ്മമായിട്ടുള്ള സിനിമയെ നോക്കിക്കാണുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ ഒരു ഇന്നർ ആക്ടിങ്ങിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാൾ. ലോഹി സാറാണെങ്കിൽ കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ള ഒരു ക്യാൻവാസിലേക്ക് സിനിമയെ കാണുന്ന ഒരാൾ. ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ഇപ്പോൾ രണ്ടുപേരും സിനിമ ഒരുമിക്കുമ്പോൾ ഈ കോൺഫ്ലിക്റ്റിനെ എങ്ങനെയായിരുന്നു തരണം ചെയ്തിരുന്നത്? ഇല്ല, അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അതിന് പലപ്പോഴും ഞങ്ങൾ തമ്മിൽ തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. അത് ക്രിയേറ്റീവ് സ്പേസിലുണ്ടാകുന്ന സൗഹൃദപരമായ തർക്കങ്ങളാണ്. അത് ഈ നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസങ്ങളാണ്. ഞാൻ ഈ പറയുന്ന പോലെ ക്ലോസപ്പുകൾ ഒരുപാട് ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ലോഹിക്ക് എന്നെക്കുറിച്ചുള്ള ഒരു പരാതി ഉണ്ടായിരുന്നത്. പക്ഷേ അതൊരു എൻ്റെ ഒരു പോസിറ്റീവ് സ്ട്രെങ്ത് ആണെന്നുള്ളത് ഒരുപാട് പേര് പിന്നീട് ഇതുപോലെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സിനിമ എൻ്റെ അടുത്ത്
എൻ്റെ ഒരു സിനിമ കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഡയറക്ടർ കമൽ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സിബി എങ്ങനെയാണ് ആൾക്കാരുടെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെന്നിട്ട് അവിടുന്ന് നമ്മളെ ഇമോഷണലി ഒലച്ചു കളയുന്ന സീൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് എൻ്റെ കഴിവല്ല, അത് എഴുത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു എഴുതുന്നയാൾ എന്നെ അത്രമാത്രം പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, എന്നെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രൊവോക്കിങ് എനിക്കുണ്ടായാൽ ഞാൻ അതിൻ്റെ മുകളിൽ എനിക്ക് അതിനെ ഓവർകം ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ്. എന്നെ ചലഞ്ച് ചെയ്താൽ അതിൻ്റെ മുകളിൽ ഞാൻ ചലഞ്ച് ചെയ്യും. എഴുത്തുകാരനെ ബഹുമാനത്തോടെ അയാളുടെ അതെ അയാൾ എനിക്ക് തന്നതിനേക്കാൾ കൂടുതൽ അയാൾക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് അങ്ങനെ വരുമ്പോൾ അത് വാശിയോ വൈരാഗ്യമോ മത്സരമോ ഒന്നുമല്ല. അതൊരു ക്രിയേറ്ററുടെ ഒരു എന്താണ് നമുക്ക് കിട്ടിയ എഴുത്തിനോടുള്ള ബഹുമാനമാണത്. ഈ ആധാരം എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്യേണ്ട സിനിമയാണ്. എൻ്റെ അടുത്ത് ആദ്യമായി ലോഹി വന്നെന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞ കഥയും ആധാരത്തിൻ്റേതാണ്. ആധാരം, മഹായാനം, അങ്ങനെ 2-3 സിനിമകളാണ് ആദ്യത്തെ കാഴ്ചയിൽ എൻ്റെ അടുത്ത് 3 കഥകൾ. തിലകഞ്ചേട്ടൻ പറഞ്ഞിട്ട് എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ 3 കഥകൾ അതാണ്. ആ കഥ കേട്ടപ്പോൾ തൊട്ട് എനിക്ക് ആധാരം എൻ്റെ മനസ്സിലങ്ങ് ആഴത്തിൽ കടന്നിരുന്നു. എന്തെങ്കിലും അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് എനിക്ക് ചെയ്യാൻ എൻ്റെ അന്നത്തെ തിരക്കുകൾ കൊണ്ട് കഴിഞ്ഞില്ല. ഞാൻ തന്നെ ആ സിനിമയ്ക്ക് വേറൊരു സംവിധായകനെ തിരഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയുണ്ടായി. ഈ ആധാരം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആണ് കമലദളം തുടങ്ങേണ്ടത്. അപ്പം അത് എല്ലാ വർഷവും മാർച്ച് അവസാനത്തെ വെള്ളിയാഴ്ച പ്രണവത്തിൻ്റെ പടങ്ങൾ തിയേറ്ററിൽ വരും എന്നുള്ളതാണ് തിയേറ്ററുകാരായിട്ടുള്ളൊരു ധാരണ. അങ്ങനെ ഡേറ്റ്സൊക്കെ ബ്ലോക്ക്ഡ് ആവും. കാരണം ഭരതവും അബ്ദുള്ളയും ഒക്കെ ആ പർട്ടിക്കുലർ ഡേറ്റിൽ ലാസ്റ്റ് ഫ്രൈഡേ ഓഫ് മാർച്ച്. അപ്പോൾ ഈ വർഷം അങ്ങനെ കമ്മിറ്റഡാണ്. അന്നൊക്കെ തിയേറ്ററുകാരുടെ ഫണ്ടിങ്ങും കൂടെ വരുന്നുണ്ടല്ലോ പ്രൊഡക്ഷനിലേക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും കൂടെ ഉള്ളതുകൊണ്ട് ഇത് ജനുവരിയിലെങ്കിലും തുടങ്ങിയാലേ ഇതൊരു മാർച്ചിലേക്ക് റിലീസ് പറ്റുള്ളൂ. അപ്പം എൻ്റെ അടുത്ത് ലാലിന് നിരന്തരമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തായി കഥയായോ, നിങ്ങൾക്ക് കഥയായോ, നമുക്ക് ജനുവരി തുടങ്ങണ്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ ലോഹി അവിടെ ആധാരത്തിൻ്റെ ലൊക്കേഷനിലാണ്. അപ്പം ഞാൻ ലോഹിയെ വിളിക്കുന്നുണ്ട്. ലോഹി പറഞ്ഞ് ഞാൻ പുതിയ ആളല്ലേ, ഞാനിവിടെ വേണം, എനിക്കിവിടെ നിൽക്കാൻ പറ്റും, അവിടെ നിന്ന് മാറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ലാലും കൂടെ വിളിച്ച് വരുത്തി ലോഹിനെ. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ ലോഹിനെ അവിടെ നിന്ന് കൊണ്ടുവന്നു. ഞാനും ലോഹിങ്ങളെ മഹാബലിപുരത്ത് ഒരു റിസോർട്ടിൽ താമസിച്ചിട്ട് കഥ ആലോചിക്കുക. ഒരാഴ്ച കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാൽ കമലദളം തുടങ്ങണം, കഥയായിട്ടില്ല. ആ സമയത്ത് ഈ ലോഹി ഫോണിൽ കൂടെ ഞാനിങ്ങനെ രാവിലെ ഉണരുമ്പം ലോഹി ഫോണിൽ കൂടെ സംസാരിക്കുന്നത് കേൾക്കുന്നത്. അപ്പം ഞാൻ ശ്രദ്ധിച്ച് കിടക്കുക. അപ്പോൾ ലോഹി പറയുന്നത് എനിക്ക് എല്ലാം കാണണം, അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണും കാണണം, എല്ലാവരെയും കാണണം, അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണും കാണണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചാൽ ലോഹി ആരോടാ, അല്ല കിത്തുവിൻ്റെ അടുത്താണ്, അവിടെ കിത്തു ക്ലോസപ്പൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യുന്നു എന്നും പറഞ്ഞ് ആരോ വിളിച്ച് പറഞ്ഞു, നമുക്ക് മൊത്തം കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ കാണുന്നത് എങ്ങനെയാണ് ലോഹി, നമുക്ക് എന്താണ് കാണിക്കേണ്ടതെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, അത് കാണിച്ചാൽ പോരെ, അല്ലാതെ എല്ലാം എപ്പോഴും കണ്ടിരുന്ന ആൾക്കാർക്ക് അത് കമ്മ്യൂണിക്കേറ്റഡ് ആകത്തില്ല. അപ്പോൾ ഞാൻ ലോഹി എടുത്തിട്ട്, ലോഹി എഴുതുമ്പോൾ എന്താ കാണുന്നതെന്ന് ചോദിച്ചു. ലോഹി പറഞ്ഞു, ഞാൻ എല്ലാം കാണുന്നുണ്ട്, എനിക്ക് അവർ ചവിട്ട് നിൽക്കുന്ന തറയും കാണാം. അപ്പം ഞാൻ പറയും, ഇതൊരു നാടക എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാടാണ്. ലോഹി നാടകം എഴുതുമ്പോൾ ലോഹി കാണുന്നത് ഒരു സ്റ്റേജും അതിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളുമാണ്, അവർ ചവിട്ട് നിൽക്കുന്ന ആ സ്റ്റേജിൻ്റെ തറയുമാണ്. സിനിമ നമുക്ക് തരുന്ന അധിക സ്വാതന്ത്ര്യമാണ് എന്ത് പ്രേക്ഷകൻ കാണണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം. നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ അടിവരയിടാറുണ്ട്. അത്തരം അടിവരയാണ് ക്ലോസപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളിത് കണ്ടാൽ മതി, എനിക്ക് നിങ്ങളോട് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് ഇതാണ്, ഇയാളുടെ എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ ഇയാൾ പറയുന്ന ഡയലോഗാണ്, അല്ലെങ്കിൽ ഇവരിൽ നിന്നും എനിക്ക് ഒരാളിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരണമെങ്കിൽ അതിനാണ് ട്രോളിയോ സൂമോ ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അത് സംവിധായകന് മാത്രം കിട്ടുന്ന ഒരു അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതാണ് കിത്തും അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ലോഹിക്ക് അത് ആ ഒരു വേർതിരിവിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ ചെന്നൈയിൽ പ്രസാദ് സ്റ്റുഡിയോയിൽ, അന്ന് അവിടെ പ്രസാദ് സ്റ്റുഡിയോ മലയാള സിനിമകളുടെയൊക്കെ വർക്കുകൾ നടക്കുന്ന സ്ഥലമാണ്, അവിടെ ലാബാണ് ഉപയോഗിക്കുന്നത്. പ്രസാദ് സ്റ്റുഡിയോയുടെ ഉടമ
രമേശ് പ്രസാദ്, അതായത് എൽ വി പ്രസാദിൻ്റെ മകൻ രമേശ് പ്രസാദ് ഉണ്ട്. അദ്ദേഹമാണ് അന്ന് ആ സിനിമയുടെ എന്നെക്കാൾ വളരെ സീനിയറായിട്ടുള്ള പുള്ളിയാണ്. അപ്പോൾ രമേശ് സാറ് ഒരു ദിവസം ഇങ്ങനെ പുറത്ത് തിയേറ്റർ, ഞാൻ ആ ലാബിൻ്റെ വരാന്തയിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹം വന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന ആളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ വ്യക്തിപരമായിട്ട് അറിയില്ല. അപ്പോൾ എൻ്റെ കൂടെ നിന്ന ഒരാൾ പറഞ്ഞു, ഇന്നയാളാണ്, ഇതാണ് ഇന്ന ഡയറക്ടറാണ്, എൻ്റെ പേരും പറഞ്ഞു. അപ്പോൾ അയാൾ എന്നെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ അയാൾ വളരെ സീനിയർ ആയിരുന്നു. അയാൾ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും വരുന്ന എല്ലാ സിനിമകളും ആദ്യം കാണുന്ന വ്യക്തിയുള്ള ആളാണ്. കാരണം അവരുടെ ലാബിൽ വരുമ്പോൾ ആദ്യമായിട്ട് അത് ഇട്ട് കാണുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് സിനിമകളിൽ ഇഷ്ടം കൊണ്ട് കാണുന്നതാണ്. അപ്പോൾ അദ്ദേഹം എന്നെ കുറേ നേരം നോക്കി നിന്നു. നിങ്ങൾ എന്നെങ്കിലും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന ആളാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേരെനിക്കറിയാം, നിങ്ങളെ മുഖം കൊണ്ട് പരിചയമില്ലാന്ന്. ഞാൻ ചോദിച്ചു, എന്താ സാറെന്ന് ചോദിച്ചു. യു ആർ ദ ഓൺലി ഡയറക്ടർ ഹു മേക്ക് ദി ബ്രില്യൻ ക്ലോസപ്സ് എന്ന് പറഞ്ഞു. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ക്ലോസപ്പുകൾ എടുക്കുന്ന ഡയറക്ടർ നിങ്ങളാണ്. അതാരാണെന്ന് ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്നിട്ട് അയാൾ ഓരോ സിനിമകളായിട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ഞാനീ പറയുന്ന പോലെ നമുക്ക് കിട്ടുന്ന തിരക്കഥകളെ ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഗാഡ്ജറ്റാണ്. ഏറ്റവും ആപ്റ്റായിട്ടൊരു സ്ഥലത്തൊരു ക്ലോസപ്പ് വരേണ്ടത് എവിടെയാണോ അത് വരുത്താൻ ശ്രമിക്കുന്ന ഒരു എൻ്റെ സിനിമ പഠനയാത്രയുടെ ഒരു ഭാഗം തന്നെയാണ്. ഈ അപൂർവരാഗം എന്ന സിനിമ മുതൽ കൊത്തു വരെയുള്ള ഒരു സിനിമകളുടെ ഇടയിൽ സാറിൻ്റെ കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചുള്ളത് ആസിഫ് അലിയാണ്. ഒരു പുതിയ ഒരുപാട് മികച്ച നടന്മാരെ കൈകാര്യം ചെയ്യുന്ന സംവിധായകൻ എന്നുള്ള രീതിയിൽ ഈ പുതിയ കാലഘട്ടത്തിലെ ഒരു നടൻ എന്നുള്ള രീതിയിൽ ആസിഫ് അലിയുടെ ഒരു ഗ്രോത്തിനെ കുറിച്ചും അഭിനയത്തെക്കുറിച്ചും സാറിൻ്റെ ഒരു അഭിപ്രായം? ആസിഫിൻ്റെ എന്നോടൊപ്പം ചെയ്ത ആസിഫിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് എനിക്കൊന്ന്. ഋതു കഴിഞ്ഞിട്ടൊരു ആസിഫ് എൻ്റെ കൂടെ ചെയ്യുന്ന സിനിമ അല്ല, ആസിഫിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് അപൂർവരാഗം. തുടക്കത്തിൽ വളരെ ആദ്യ ദിവസങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വളരെ നോർമലായിട്ടുള്ള പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. പക്ഷേ ഒരു പർട്ടിക്കുലർ സീൻ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാളൊരു ഭാവിയിൽ ഇവിടെ നിൽക്കാൻ പോകുന്ന ഒരു ആക്ടറാണെന്നുള്ളത് വളരെ വ്യക്തമായി. ആ സീനെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇൻ്റർവെലിന് തൊട്ടുമ്പോഴൊരു സീനാണ്. ഇയാൾ ആസിഫിൻ്റെ ക്യാരക്ടറും മറ്റേ നിഷാൻ്റെ ക്യാരക്ടറും കൂടി ഈ നിത്യമേനോൻ്റെ അച്ഛനുമായിട്ടുള്ളൊരു ഒരു വലിയ ലെങ്തി സീനുണ്ട്. അതിൻ്റെ ഒടുവിൽ ആസിഫ് അതുവരെയും വളരെ പാവമായിട്ട് അവിടെ ഇരുന്ന ഒരാൾ പെട്ടെന്ന് കഴിഞ്ഞ അവിടെ ഒരു ബിയർ കുപ്പി അടിച്ചു പൊട്ടിച്ചിട്ട് അയാളുടെ സ്വന്തം കൈ കീറി ഇട്ടുള്ളൊരു പെർഫോമൻസ്. ആ ഷോട്ട് എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഇവിടെ നിൽക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആസിഫിനെ വെച്ച് സിനിമകൾ ചെയ്തത്. പക്ഷേ ആ പ്രതീക്ഷയ്ക്കും അപ്പുറത്തേക്കൊക്കെ ആസിഫ് വളർന്നു വലിയ ഗംഭീരമായ ഒരു പെർഫോമൻസ് ചെയ്തു, വയലിൻ ചെയ്തു. അതൊന്നും ആസിഫിനെ കാര്യമായിട്ട് ഗുണം ചെയ്ത സിനിമകളല്ല. പിന്നെ ആസിഫ് എൻ്റെ കൂടെ ചെയ്തത് കൊത്താണ്. അതാണ് ആസിഫിൻ്റെ കരിയറിൽ ഞാൻ ചെയ്ത രണ്ടാമത്തെ ഏറ്റവും, ആസിഫിനെ സംബന്ധിച്ചോളവും എന്നെ സംബന്ധിച്ചോളം ആസിഫിൻ്റെ കരിയറിൽ ഞാൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും നല്ല പെർഫോമൻസ്. അല്ലാതെ തന്നെ ആസിഫ് എത്രയോ സിനിമകളിൽ വളരെ ഗംഭീരമായ പെർഫോമൻസുകൾ. ഇപ്പം എന്താണ് മാലാഖ, എന്താണ് കെട്ടിയോളല്ല മാലാഖ, അങ്ങനെയുള്ള ഇപ്പോൾ അടുത്ത കാലത്ത് കിഷ്കിന്ദ കാന്തം, അങ്ങനെയുള്ള ഓരോ സിനിമ, രേഖാചിത്രം, ഓരോ സിനിമകളിലും അയാൾ ഈ ഇവോൾവിങ് ആസ് എ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സ്. ഈ ആ തലമുറയിലെ ഏറ്റവും നല്ല ആക്ടേഴ്സിൽ ഒരാളായിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം തന്നെ 2 സിനിമ ചെയ്യുക അല്ലെങ്കിൽ ഷെഡ്യൂൾ ബ്രേക്കായിട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ സംഭവിക്കാവുന്ന കാര്യമായിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ എങ്ങനെയായിരുന്നു സാർ മാനേജ് ചെയ്തിരുന്നത്? എങ്ങനെയായിരുന്നു ഈ 3 സിനിമകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്തത്? 3 സിനിമകളൊക്കെ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ഇൻഡസ്ട്രിയിൽ സക്സസ്ഫുള്ളായിട്ട് നിൽക്കുമ്പോഴത്തേക്കും പുറകെ ആൾക്കാർ വരിക, നിർബന്ധിതരാകുക, വേണ്ടപ്പെട്ടവരായിരിക്കും എല്ലാവരും. ഇപ്പം ഞാൻ കിരീടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുവരെയും ലാലുവായിട്ട് വളരെ ഗ്യാപ്പിലാണ്. ദൂരെ കഴിഞ്ഞിട്ട് കിരീടം 3ാമത്തെ സിനിമയാണെങ്കിൽ കിരീടം എൻ്റെ 10ാമത്തെ സിനിമയാണ്. അതിനിടയ്ക്ക് ലാലുവായിട്ടൊരു സിനിമ സംഭവിച്ചില്ല. പക്ഷേ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്ന ഘട്ടത്തിൽ ലാല് അടുത്ത സിനിമ ചെയ്യാൻ ആവശ്യമാണ്. ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിൽ വെച്ച് തന്നെ അടുത്ത സിനിമ കൊണ്ട് ചെയ്യണം. അതാണ് ദശരഥം ചെയ്യുന്നത്. ദശരഥം ചെയ്ത് കഴിക്കുമ്പോൾ ലാല് തന്നെ പറയുന്നു അടുത്ത പടം എൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വരികയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നിഷേധിക്കാനും ഒഴിവാക്കാനും പറ്റത്തില്ല. അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുറകെ അത്തരത്തിലുള്ള ഒരു ഓഫറുകൾ വരുന്നത്. പക്ഷേ ഈ സാന്ത്വനവും സതയുമാണ് ഞാൻ ഒരുമിച്ച് ചെയ്ത ആകെ ഒരേ സമയത്ത് തന്നെ ചെയ്യുന്നത്. സാന്ത്വനം എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ടുള്ളൊരു എന്താണ് ഒരു ഫീൽ ഗുഡ്. പള്ളാശ്ശേരി അതൊരു തെലുങ്ക് പടത്തിൻ്റെ റീമേക്കാണ്. ആ സിനിമയുടെ റൈറ്റ്സ് വാങ്ങിയിട്ട് മലയാളത്തിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ആ ഒരു പള്ളാശ്ശേരിയും മുമ്പ് പ്രിയൻ എനിക്ക് തമിഴ് ഹിന്ദിയിൽ നിന്നും മലയാളത്തിലേക്ക് മാറ്റി തന്ന പോലെ പള്ളാശ്ശേരിയും ചെയ്തു. പക്ഷേ പള്ളാശ്ശേരി അതിനേക്കാൾ കൂടുതൽ അതിനകത്ത് ക്യാരക്ടേഴ്സിനെ ഫോം ചെയ്യാനൊക്കെ നമുക്ക് അതിനകത്ത് ഒരുപാട്
ഒരു പൂർണ്ണമായിട്ടും മലയാളത്തിലേക്ക് അതിനെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ പൊള്ളാശ്ശേരിക്ക് കഴിഞ്ഞു. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് സതയത്തിൻ്റെ ഒരു ഷെഡ്യൂൾ, ഇതൊരു ഷെഡ്യൂൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സതയത്തിൻ്റെ ഷെഡ്യൂളിൽ ലാലിൻ്റെ ഡേറ്റായി. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ബാക്കി ചെയ്യേണ്ട സമയമായി. പിന്നെ തിരിച്ചു വന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് മറ്റേ ആധാരത്തിൻ്റെ ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുന്നത്. അത് ഒഴിവാക്കിയിട്ട് പിന്നെ ആണ് സതയത്തിൻ്റെ ബാക്കി ചെയ്യുന്നത്. അങ്ങനെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് സിനിമകൾ ഒരേ സമയത്ത്, ഒന്ന് ഭയങ്കര ഹൈലി ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ കണ്ടൻറ്റുള്ളൊരു സിനിമയാണ് സതയമെങ്കിൽ, മറ്റേത് കുറച്ചുകൂടെ ലൈറ്റർ ഒരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു. ഇത് രണ്ടും ഒരേ സമയത്ത് ചെയ്യുന്നതൊക്കെ ചലഞ്ചിങ് ആണ്. പക്ഷെ നമ്മളെ അതിനായിട്ട് പാകപ്പെടുത്തി എടുക്കണമല്ലോ. അങ്ങനെ ബാക്ക് ടു ബാക്ക് അങ്ങനത്തെ ഉള്ളൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് മുമ്പ് വന്ന തലമുറയിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ എന്നെ ഒരു പ്രഷറിൽ നിന്ന് ചെയ്ത സിനിമകളാണ് ഇതൊക്കെ. ഒന്ന് MT സാറിൻ്റെ ഒരു സിനിമയും, ഒന്ന് വളരെ അന്നൊരു മൊഴിമാറ്റ സിനിമ എന്നൊക്കെ പറയാം. എങ്കിൽ പോലും രണ്ടും തിയേറ്ററുകളിൽ രണ്ട് രീതിയിൽ സ്വീകരിക്കപ്പെട്ടാണ്. അല്ലേ, മറ്റേത് സാന്ത്വനം വലിയ രീതിയിൽ ഹിറ്റായ ഒരു സിനിമയാണ്, മറ്റേത് തിയേറ്ററിൽ തിരസ്കരിക്കപ്പെട്ട സിനിമയാണ്. പക്ഷേ ഇന്നതൊരു കൾട്ട് ക്ലാസിക് എന്ന നിലയിൽ വാഴ്ത്തപ്പെടുന്ന സിനിമയാണ്. ഈ പ്രണവ് ആർട്സിൻ്റെ ആദ്യത്തെ 3 സിനിമയും സാറാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. മോഹൻലാൽ എന്ന നടനുമായിട്ടുള്ള സാറിൻ്റെ ബന്ധം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അത്? ആദ്യകാലം തൊട്ടുള്ളൊരു ബന്ധമുള്ളൂ. ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ തൊട്ടുള്ള, ആ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ തൊട്ടുള്ള ബന്ധമാണ് തുടരുന്നത്. പിന്നെ ആ ഷൂട്ടിംഗ് സമയത്ത് അതിൽ ആദ്യമായിട്ട് വരുന്ന നടൻ എന്ന നിലയിലും കുറേ ദിവസം ഷൂട്ടിംഗ് ഇല്ലാതെ എൻ്റെ കൂടെ ക്ലാപ്പും പിടിച്ച് നടന്ന ആളെന്ന നിലയിലൊക്കെ ഉണ്ടായിരുന്ന സൗഹൃദം. ഒരേ മുറിയിൽ കിടന്നുറങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. അത് പക്ഷേ പിന്നീട് സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കര വലിയ ഗ്രോത്ത് അദ്ദേഹത്തിലേക്ക് വരികയും നമ്മൾ പാരലായിട്ട് വേറൊരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊക്കെ വന്ന് പിന്നെ സ്വന്തം സിനിമ ചെയ്ത് അങ്ങനെ വരുന്നൊരു ഘട്ടമാണല്ലോ. പക്ഷേ ഒരുമിച്ചൊരു സിനിമ ദൂരെ ചെയ്ത ശേഷം ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ്, 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കിരീടത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരുപക്ഷെ തുടർച്ചയായിട്ട് സിനിമകൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ലോഹിതദാസ് എന്ന് പറയുന്ന ഒരു റൈറ്ററുടെയും കൂടെ അദ്ദേഹത്തിലും കൂടെയുള്ള വിശ്വാസമാണ്. എന്നിൽ മാത്രമുള്ള വിശ്വാസം അല്ല, ഞങ്ങളുടെ ഒരു കോമ്പിനേഷനുള്ളൊരു വിശ്വാസമായിരിക്കണം. കാരണം നിങ്ങൾ തന്നെയാണ് അടുത്ത സിനിമകൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാനെന്ന് മാത്രമല്ല പറയുന്നത്, എങ്കിൽ ലോഹി എന്ന് മാത്രമല്ല പറയുന്നത്, ഞങ്ങൾ ഒരുമിച്ചുള്ള സിനിമകളാണ് അദ്ദേഹം ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും നമ്മൾ ചെയ്തു പോകുന്നതും.